കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Welcome back to IGNO Focus 4.0 Previous Year Question Paper Ultimate Analysis. IGNO മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് നമ്മുടെ മാത്തമാറ്റിക്സ് ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിലെ MMT 005 കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ജൂൺ ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻഡെപ്ത് അനാലിസിസ് അല്ലെങ്കിൽ ഒരു പ്രിഡിക്റ്റീവ് ഗൈഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ സിലബസും ഒഫീഷ്യൽ സിലബസും രണ്ടും കൂടെ നമ്മൾ നല്ല രീതിക്ക് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടാണ് അതിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, പ്രോബബിൾ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതിൽ ഇങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ടാവുക സിലബസ് മാപ്പിംഗ് ആയിരിക്കും. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആസ് യു ഓൾ നോ ഇഗ്നോയുടെ സിലബസ് എന്ന് പറയുന്നത് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഹിസ്റ്ററിക്കലി ഇത്ര റെലവൻസോടുകൂടെ നമ്മൾ ഈ ഒരു എക്സാമിന് പണ്ടത്തെ എക്സാം പാറ്റേണിന്റെ ട്രെൻഡ്സ് എല്ലാം നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സിലബസ് മാപ്പിംഗിലൂടെ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എക്സാം പാറ്റേൺ അനാലിസിസ്. നമ്മൾക്കറിയാം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്ക് അലൊക്കേഷൻ വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചറിങ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലബസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ വഴിയാണ് നോക്കുന്നുണ്ടാവുക. അതിൽ പ്രിഫറൻസ് എക്സാമിനേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ the way they are presenting our question, അതൊക്കെയാണ് നമ്മൾ recurring questions റിവ്യൂവിൽ നോക്കുന്നുണ്ടാവുക. Then goes the topic probability and prediction. അത് ഇതിനെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ അനാലിസിസിൽ നമ്മൾ ഒരു ടോപ്പിക് ഇനി നമ്മുടെ ഈ ജൂൺ 2025 എക്സാമിൽ ഏതായിരിക്കും ഒരു പ്രോബബിൾ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് എന്നും അതിന്റെ പ്രഡിക്ഷൻസും ചെയ്യുന്നതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. Then we will release a mock predictive paper. അത് നമ്മുടെ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സാമ്പിൾ പേപ്പർ പോലെയായിരിക്കും. നമ്മൾ നോക്കിയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളെല്ലാം അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും കൂടെ നമ്മൾ അതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഐഡിയ അബൌട്ട് എങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഴ്സ് ഇത് വാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയയും കൂടെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെത്തഡോളജി കോൾ ഔട്ട് ആണ്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, 1-2 ദിവസം മാത്രം ബാക്കി നിൽക്കുക, എങ്ങനെയാണ് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടിറ്റിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് നമ്മൾ മെത്തഡോളജി കോൾ ഔട്ടിൽ നോക്കുന്നുണ്ടാവുക. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ബൈ ബുക്സ്, ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ഹൈ, മീഡിയം, ലോ പ്രയോറിറ്റി ലിസ്റ്റിലായിരിക്കും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതിനാണ് ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഓരോ ബ്ലോക്കിൽ നിന്ന് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, എത്ര തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോംപ്രഹെൻസീവ് ടേബിൾ വഴി നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആയിട്ടുള്ള കോഷി റെയ്മൻ ഇക്വേഷനും അതിന്റെ അനാലിസിറ്റിയും ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഹയർ റെലവൻസ്. അപ്പിയറൻസസ് 14 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻസ്. നിങ്ങൾ ട്രാൻസ്ഫോർമേഷണൽ ഇക്വേഷൻസിന്റെ കാര്യമൊക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. വിച്ച് ഇസ് 12 ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട്. അതിനും അത്യാവശ്യം ഹൈ പ്രയോറിറ്റി ആണ് ഉള്ളത്. ദെൻ ഗോസ് ദ കോണ്ടോർ ഇന്റഗ്രേഷൻ ആൻഡ് കോഷി ഗോസെറ്റ് തിയറം എന്ന് പറയുന്നത് പോർഷനിൽ നിന്നും ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ടോപ്പിക്സ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിലുള്ളത് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഹാർമോണിക് ഫംഗ്ഷൻ, പിന്നെ അതുപോലെ തന്നെ കോഷി ഇന്റഗ്രൽ ഫോർമുല, ലോവെല്ലിസ് തിയറം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ മീഡിയം പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ചോദിച്ച് കണ്ടിട്ടുണ്ട്, 4 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ പ്രയോറിറ്റി ആണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ, ലോഗ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് 3rd യൂണിറ്റിൽ നിന്ന് വരുന്ന ബ്ലോക്ക് 1 അത് ലോ പ്രയോറിറ്റി ആണ്. സ്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി സെയിം ആയിട്ട് നമുക്ക് തോന്നാം, എങ്കിലും റെലവൻസ് കുറച്ച് കുറവാണ്. പക്ഷെ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കോഷി റീമൻ ഇക്വേഷൻസ്, അനാലിസിറ്റി, കോണ്ടോർ ഇന്റഗ്രേഷൻ, കോഷി ഗോർസെറ്റ് തിയറം, പിന്നെ അതുപോലെ തന്നെ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻസും നല്ല പോലെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി അടുത്തത് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും പവർ സീരീസ്, ടെയ്ലർ സീരീസ് ഓർ ലോറിയൻ സീരീസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതിലും ഏറ്റവും പ്രോബബിൾ ആയിട്ട് നിർബന്ധമായിട്ടും ഉണ്ടാവും, ഒരു പേപ്പറിലെങ്കിലും ഉണ്ടാവും എന്ന് പറയാനുള്ളത് സിംഗുലാരിറ്റി, റെസിഡ്യൂ, പോൾ. റെസിഡ്യൂ കണ്ടുപിടിക്കാനോ പോൾ കണ്ടുപിടിക്കാനോ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് ഹാവിംഗ് എ ഹൈ പ്രയോറിറ്റി. അത് ബ്ലോക്ക് 2 വരുന്നതാണ്. പിന്നെ റെസിഡ്യൂ തിയറം, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, ഇതിനും അത്യാവശ്യം നല്ല പ്രയോറിറ്റി വരുന്നുണ്ട്. 16, 13, 10 എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് വരുന്നത്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് കൺഫോമൽ മാപ്പിംഗ് ആണ്. 6 ടൈംസ് ഒക്കെയാണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ, അതായത് മോർ ദാൻ 10 ടൈംസ് ഒക്കെ വരുന്നതിനാണ്, അല്ലെങ്കിൽ അപ് ടു 10 ടൈംസ് ഒക്കെ വരുന്നതിനാണ് നമ്മൾ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇത് 10 കൂടുതൽ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സോ വെരി ഹൈ പ്രോബബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ കോഷി റീമൻ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടോർ ഇന്റഗ്രേഷൻ, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബാർ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 തിയറി, അതിന്റെ ഇൻട്രൊഡക്ഷനും തിയറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു വലിയ ഷെയർ നമ്മുടെ MMT 005 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. പിന്നെ റിലേറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 കാരണം ബ്ലോക്ക് 2 ആപ്ലിക്കേഷൻ ആണല്ലോ വരുന്നത്. റിലേറ്റീവ്ലി കുറവാണ് എന്നുണ്ടെങ്കിലും ഇപ്പൊ ബ്ലോക്ക് 1 ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. 2022 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് അനാലിസിസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് കിട്ടിയത്. ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. ഇപ്പൊ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ യൂണിറ്റ് 1 ബ്ലോക്ക് 1നെയും ബ്ലോക്ക് 2നെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ യൂണിറ്റ് 2 നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് കമ്പയറിംഗ് ടു ബ്ലോക്ക് 2 യൂണിറ്റ് 2. അതുപോലെ തന്നെയാണ് ഈ ഒരു കമ്പാരിസൺ. നോക്കൂ, ബ്ലോക്ക് 1 ആണ് കൂടുതൽ എന്താ പറയാ ഹീറ്റ് മാപ്പിൽ കൂടുതൽ കളർ കൂടുതലുള്ള റീജിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്, റെസിഡ്യൂ, പോൾസ് ആൻഡ് സിംഗുലാരിറ്റീസ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ള ഒരു ഏരിയ ആണ് റെസിഡ്യൂ, പോൾസ്, സിംഗുലാരിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഒരു ഫൗണ്ടേഷണൽ ആയിട്ട് ഹൈ മാർക്ക് ഇന്റഗ്രൽസും അതുപോലെ തന്നെ കോണ്ടോർ പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ, പോൾസ് കണ്ടുപിടിക്കാൻ, സിംഗുലാരിറ്റി കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കോഷി റീമൻ ഇക്വേഷനും അതിന്റെ അനാലിസിറ്റി.
കോഷി റീമൻ ഇക്വേഷൻ കമ്പാരിറ്റീവ്ലി നല്ല എളുപ്പമാണ് അത് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ എങ്കിലും അതിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ലോങ് പ്രൂഫ്സും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻ ഡയറക്റ്റ് ആൻഡ് ബോത്ത് ഇൻഡയറക്റ്റ് ഫോം, രണ്ട് ഫോമിലും അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഏതാണ്? ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്നതാണ്. പിന്നെ നമ്മുടെ പവർ സീരീസ്, ടൈലർ സീരീസ്, ലോറിയൻ സീരീസ്, അത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഒരു ഇതുവരെ തന്നിട്ട് എക്സ്പാൻഡ്, ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്പേസ് തന്നിട്ട് അങ്ങനെയായിരിക്കും അത് ചോദിച്ചു കണ്ടിട്ടുണ്ടാവുക. ഒരു സിഗ്നിഫിക്കന്റ് മാർക്ക് തന്നെ ഇതിന് നമുക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, ഈ ഇതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ അസേഷൻ ഓർ റീസണിങ്. അസേഷൻ അല്ലെങ്കിൽ റീസണിങ് ടൈപ്പ് ആണ് വരുന്നത്. അതിന് ടിപ്പിക്കലി 2 into 5 10 മാർക്സ് വരുന്ന രീതിയിലാണ് വരുന്നത്. 2 മാർക്സിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് 10 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഒരു 30 to 50 വേർഡ്സ് മതി അതിന്. ആ ഒരു എക്സ്പ്ലനേഷൻ അതിന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഐദർ 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. ഒരു 50 to 100 വേർഡ്സ്. കാൽക്കുലേഷൻസ് ആണ് അതിന് ഇമ്പോർട്ടന്റ് വേർഡ് കൗണ്ടിനേക്കാളും. പിന്നെ ഷോർട്ട് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് 2 to 3 മാർക്സിന് വരുന്നത്. അതൊരു 40 to 70 വേർഡ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഡെറിവേഷൻ ഓർ എസ്സേ ടൈപ്പ്, അതിന് 3 to 5 മാർക്സ് ആണ് വരുന്നത്. അതിനൊരു 80 to 180 വേർഡ്സ് ഒക്കെയാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓർ മാപ്പിംഗ് ടാസ്ക്സ്, അങ്ങനത്തെ ടാസ്കുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2 to 3 മാർക്സിനൊക്കെയാണ്. അതൊരു 50 to 70 വേർഡ് ലെങ്ത് ആണ് അതിന് പറയുന്നത്. MCQ, അതിന് ടിപ്പിക്കലി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. 1 or 2 സെന്റൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് ടിക്ക് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻ ആയിരിക്കും അതിന് വരുന്നുണ്ടാവുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അസേഷൻ റീസണിങ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ഓക്കെ, അസേഷൻ റീസണിങ് എന്ന് പറയുമ്പോൾ മേ ബി ട്രൂ ഓർ ഫോൾസ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന് റീസൺ ജസ്റ്റിഫൈ ചെയ്യേണ്ടതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വഴി നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നിങ്ങളുടെ ഉള്ള ഫൗണ്ടേഷൻ ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ആ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട്, വളരെ കുറച്ച് മാർക്ക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതുന്ന ആൻസർ വളരെ ക്രിസ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് എഴുതാനായിട്ട് നോക്കണം. അത് ഒരു സെന്റൻസ് എഴുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് എ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, ഒരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. അല്ലാതെ ഒരുപാട് എഴുതുക എന്നുള്ള ഒരു ഇതല്ല ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം അസേർഷൻ ചെയ്യാം. എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് അസേർട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പ്രൂഫ്സ്, കാൽക്കുലേഷൻസ്, ഇവാലുവേഷൻ ഒക്കെ വരുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് നമ്മുടെ കോണ്ടോർ ഇന്റഗ്രേഷൻ, പവർ ഓർ ലോറിയൻ സീരീസ്, സിംഗുലാരിറ്റീസ് എന്നൊക്കെ വരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് വൈസ് പ്രൂഫ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ കൺസെപ്ച്വൽ നോളജിനേക്കാളും ഇവിടെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കില്ലിനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ക്വസ്റ്റ്യനെ ഒരു കോണ്ടോർ ഇന്റഗ്രൽ ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. അപ്പൊ പല രീതിയിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പല രീതിയിൽ ലിമിറ്റ് ഇട്ടിട്ട് കണ്ടുപിടിക്കാം, അല്ലാതെ നോർമൽ ആയിട്ടുള്ള കേസിലൊക്കെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അത് ആൻസറിലേക്ക് എത്തുന്നത്, അതിന്റെ ക്ലാരിറ്റിക്കാണ് ഇവിടെ മാർക്ക് വരുന്നത്. ഫൈനൽ ആൻസറിനും മാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്സ് നല്ല ക്ലാരിറ്റിയോട് കൂടെ എഴുതുക. അതുപോലെ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഫോമുല നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോഡ് ദാറ്റ് ഫോമുല ഓൾസോ. ഓക്കെ, പിന്നെ ഷോർട്ട് സ്ട്രക്ചേർഡ് ആൻസർ, നിങ്ങളുടെ ഫാക്ച്വൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ നോളജ് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പ്രോപ്പർട്ടീസ്, പ്രൂഫ്സ്, അതുപോലെ തന്നെ തിയറംസ്, ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നുണ്ടാവുക. ഫാക്ച്വൽ നോളജ്, അതായത് അതിലും കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഗീവ് ദാറ്റ് ആൻസർ ഫോർ വാട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വാട്ട്, ഹൗ, വെൻ, വേർ അങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്.
എന്നുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ക്രിസ്പ് ആക്കിയിട്ട് എഴുതുന്നതാണ് ഷോർട്ട് സ്ട്രക്ചർഡ് ആൻസേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെറിവേഷൻ ഓർ എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത്. ഡെറിവേഷൻ ഓർ എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കൺസെപ്ച്വൽ നോളജ് കൂടാതെ കാൽക്കുലേഷൻ സ്കില്ലും അതുപോലെ തന്നെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എസ്സേ മോർ പ്രോബബ്ലി നിങ്ങൾക്ക് ഡയറക്റ്റ് എസ്സേസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡയഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഡയഗ്രാം, ഇക്വേഷൻസ് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതും എഴുതാം. സ്ട്രക്ചേർഡ് രീതിയിൽ എഴുതണം, അതാണ് നിർബന്ധമായിട്ടുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒരു കണ്ടന്റ് പാർട്ട്, ഒരു കൺക്ലൂഷൻ പാർട്ട്. ഡോണ്ട് ഗീവ് ഹെഡിങ് ആസ് ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ. അതല്ല ഉദ്ദേശിക്കുന്നത്. ആ ആൻസർ വായിക്കുമ്പോൾ യു ഹാവ് ഇൻട്രൊഡ്യൂസ് ദ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് ഒരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ യു ഹാവ് ഗിവൺ എ ക്ലിയർ കൺക്ലൂഷൻ എന്നുള്ളത് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. ഗീവ് ക്ലിയർ കൺക്ലൂഷൻ ടു ദ ക്വസ്റ്റ്യൻസ് യു ആർ അറ്റംപ്റ്റിംഗ്. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ ജൂൺ 2022 ടു 2024 വരെയാണെന്ന് പറഞ്ഞു. ഇപ്പൊ 2 സൈക്കിളിലായിട്ടാണല്ലോ എക്സാം നടക്കുന്നത്. അപ്പൊ ഒരു വർഷം 2 എക്സാം എന്നുള്ള രീതിയിൽ നടന്നിട്ടുള്ളത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 അനലിറ്റിക്കൽ ഫംഗ്ഷൻ ആവറേജ് പെർ പേപ്പർ എന്ന് പറയുന്നത് 42 ആണ്. അതായത് ടോട്ടൽ ഒരു 42% ഷെയർ എവിടെ നിന്നാണ്? അനലിറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ ബ്ലോക്ക് 2 അപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത് 33% ആണ്. ബ്ലോക്ക് 3 പവർ ഓർ റെസിഡ്യൂ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ 25% വന്ന് കണ്ടിട്ടുള്ളൂ. Okay, block 3 aggregates all the residue and power series application for analytic clarity. ഈ block 3 ഉള്ളത് നമ്മളൊന്ന് എന്താ പറയാ, മൊത്തത്തിലുള്ള ഇതിന്റെ ബാക്കി നമ്മളൊന്ന് സ്ട്രക്ചർ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് ആ ബ്ലോക്ക് 3 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രെൻഡ് ഇവാലുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് മൊത്തത്തിൽ ഈ ഗ്രാഫിന് എന്ന് പറയുമ്പോൾ. അസേർഷൻ റീസണിങ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽ ആയിക്കോട്ടെ, ഷോർട്ട് സ്ട്രക്ചർഡ് ആയിക്കോട്ടെ, ഡെറിവേഷൻ ആയിക്കോട്ടെ, എല്ലാം ഒരു സ്റ്റഡി ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഡിക്രീസിനേക്കാളും ഒരു എന്താ പറയാ വളരെ ഷോർട്ടായിട്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അസേർഷൻ റീസണിങ് ഓൾമോസ്റ്റ് ഡൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പൽസറി സെക്ഷൻ ആയിട്ട് എല്ലാ ഇതിലും ഇപ്പോ കണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സെക്ഷനിലും നമ്മൾ നടത്തി വന്ന എക്സാംസിലൊക്കെ ഒരു കമ്പൽസറി സെഷൻ ആയിട്ട് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസേർഷൻ റീസണിങ് ഉണ്ടാവുന്ന തന്നെ നമുക്ക് അതിന്റെ ഡോമിനൻസ് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമുക്ക് എക്സാം എഴുതാം. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ഗ്രോയിങ് ട്രെൻഡ്. പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഴ്സ് കൂടുതൽ ഈ കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസും കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷോർട്ട് സ്ട്രക്ചർഡ് ആൻഡ് ഡെറിവേഷൻ എസ്സേ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നോക്കുന്നത്. സ്ലൈറ്റ്ലി ഡൗൺ ട്രെൻഡ് ആണ്, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരു സ്ലൈറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അതെല്ലാം നിൽക്കുന്നത്. അസേർഷൻ റീസണിങ് എന്ന് പറയുന്നത് ഒരു 35 to 40% ഓഫ് ടോട്ടൽ മാർക്സ്. ഇപ്പൊ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് അത്രയും പെർസെന്റേജ് ഓഫ് മാർക്ക് വരുന്നു എന്ന് പറയുന്നത്. പിന്നെ ന്യൂമറിക്കൽ ഓർ കാൽക്കുലേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മോഡസ്റ്റ് ആയിട്ട് ഒരു 30% ഒക്കെ അത് വരുന്നുണ്ട്. പിന്നെ ഡെറിവേഷൻ ഓർ എസ്സേ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മൈനർ ഡിക്ലൈൻ ആണ്, ബട്ട് സ്റ്റിൽ അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ എക്സാമിന് ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിഡർ യു ആർ റൈറ്റിംഗ് എ 3-hour പേപ്പർ. 3-hour പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് 100 മാർക്സ് ആണ് ഈൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് മാത്തമാറ്റിക്സിന് പ്രത്യേകിച്ച് നമ്മൾ ടൈം അലക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അസേർഷൻ റീസണിങ് അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 35 to 40 മാർക്സ് ഒക്കെ കിട്ടുക, അങ്ങനെയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ 100 മാർക്സിന്റെ പേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനൊരു 65 minutes ഒക്കെ നിങ്ങൾക്ക് അലൊക്കേറ്റ് ചെയ്യാം. എന്തിന്? അസേർഷൻ റീസണിങ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ അത് സ്ട്രക്ചർ ചെയ്യണം മൈൻഡിൽ, ദെൻ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഏറ്റവും കൂടുതൽ സമയം എവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരാം? ന്യൂമറിക്കൽ പ്രോബ്ലത്തിലാണ്. അതൊരു 55 minutes ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. എന്തിനാ സ്പെൻഡ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ദറ്റ് ക്വസ്റ്റ്യൻ. ന്യൂമറിക്കൽ പ്രോബ്ലം കണ്ട ഉടനെ എടുത്ത് ചാടി കയറി എഴുതുകയല്ല, എന്താണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കുക. യു വിൽ ബി ഹാവിംഗ് എ ടെൻഡൻസി. ഇപ്പൊ Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ Z ഇങ്ങനെയാണ്,
A+IB എന്ന് പറയുന്ന ഫോമാറ്റിലാണ് എഴുതണ്ടേ എന്നുള്ളത് ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടെ എഴുതാതെ, ഓക്കെ ചിലപ്പോൾ സെഡിനെ സെഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. സോ യു വിൽ ബി അലോട്ടഡ് സം മോർ ടൈം ഫോർ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. പിന്നെ ഷോർട്ട് സ്ട്രക്ചേർഡ് ആൻസേഴ്സ്, ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കണം. ഷോർട്ട് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് നിങ്ങളുടെ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അറിയാവുന്ന ഒരാൾക്ക് അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊന്ന് സ്ട്രക്ചർ ചെയ്യാനുള്ള സമയം, അത് എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു സമയം മാത്രമാണ് ഈ 25 minutes എന്ന് പറയുന്നത്. പിന്നെ ഡെറിവേഷൻ ഓർ എസ്സേ ടൈപ്പ്, അതും ഓൾമോസ്റ്റ് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതും ഏറെക്കുറെ നിങ്ങളൊന്ന് സ്ട്രക്ചർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുക. ദെൻ റൈറ്റ് ഇറ്റ് ഔട്ട്. ഓക്കെ, നല്ലൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. പിന്നെ എപ്പോഴൊരു 10 minutes കാൽക്കുലേഷൻ റിവ്യൂ ചെയ്യാനും എക്സ്പ്ലനേഷൻ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു 10 minutes എപ്പോഴും റിസർവ് ചെയ്ത് വെക്കണം. 10 to 12 minutes റിസർവ് ചെയ്ത് വെച്ചാലും തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പൊ കിട്ടിയില്ല, നിങ്ങൾ അവിടെ അത് ലീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഏത് സെക്ഷൻ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. എക്സാം തുടങ്ങിയതിന് ശേഷമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓക്കെ ഇതെനിക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെയല്ല. കൂൾ ഓഫ് ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് എഴുതി തുടങ്ങിയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ്ലി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ടോപ്പ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബ്ലോക്ക് യൂണിറ്റ്സ് ടോപ്പിക്സിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ് ഗിവിംഗ് റീസൺസ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് കുറെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് 10 തവണയൊക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ്. പിന്നെ ഫൈൻഡ് ദ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഫോർ ദ ഫംഗ്ഷൻ അബൌട്ട് എ ഗിവൺ പോയിന്റ് ഓർ ആൻ ആനുലാർ റീജിയൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ആനുലാർ റീജിയണിൽ, അത് പല ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇത് തന്നെ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ ഫംഗ്ഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് 8 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ദാറ്റ് എ ഗിവൺ ഫംഗ്ഷൻ ഇസ് ഹാർമോണിക് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 7 times അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ഇവാലുവേറ്റ് എ കോണ്ടൂർ ഇന്റഗ്രൽ യൂസിംഗ് റെസിഡ്യൂ തിയറി. പറഞ്ഞതുപോലെ എക്സ്പ്ലനേഷൻ വേണ്ടതാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 7 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ മൊബിയസ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മാപ്പിംഗ് 3 points to 3 given points. ആ മാപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അത് 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമൈൻ വെദർ എ ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ യൂസിംഗ് കോഷി-റീമൻ ഇക്വേഷൻ. കോഷി-റീമൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. Use the Cauchy integral formula to evaluate an integral or prove a property. ഒരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 times ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഫൈൻഡ് ആൻഡ് ക്ലാസിഫൈ ദ സിംഗുലാരിറ്റീസ്, പോൾസ്, എസെൻഷ്യൽ, റിമൂവബിൾ, അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ സിംഗുലാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഡ് എ ഫംഗ്ഷൻ ആസ് ടൈലർ സീരീസ് അറൌണ്ട് എ സ്പെസിഫൈഡ് പോയിന്റ്, അതായത് x is equal to 4. Give the Taylor series expansion of this particular function. അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ sin x by cos x, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻസ് അവർ തരും, എന്നിട്ട് അതിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻസ് ഓഫ് ദ എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ, അതായത് e raised to z is equal to minus e raised to z or minus e raised to z minus 2, അങ്ങനെ പറയുന്ന രീതിയിൽ 4 times ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ഇത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം.
ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന് 10 മാർക്ക് ആവറേജ് നമുക്ക് കിട്ടും. ലോറൻസ് സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലോറൻസ് സീരീസിന്റെ എക്സ്പാൻഷൻ 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് 3 മാർക്കാണ് അതിന് കിട്ടാൻ പോകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 4 മാർക്സ് ആണ്. കോണ്ടോർ ഇന്റഗ്രേഷൻ ബൈ റെസിഡ്യൂ, അത് 7 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 2, 3, 2.5, 3.5 എന്നുള്ള റേഞ്ചിൽ ബാക്കി ഇത്രയും എക്സ്പാൻഷനും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അത് എല്ലാ ബ്ലോക്കിൽ നിന്നും വരുന്നതാണ്. അത് നിങ്ങൾ നല്ലപോലെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജിക്കലി ഇനി എക്സാമിന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. പ്രാക്ടീസ് ഔട്ട്ലൈൻ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ എ സൊല്യൂഷൻ ഇൻ അണ്ടർ 5 minutes, then write all the full answers in 12 to 15 minutes to stimulate exam case. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ ആൻസർ മനസ്സിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതി നോക്കണം. എഴുതി നോക്കി എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ വരുത്തുക. നിങ്ങൾ വീട്ടിൽ 10 മിനിറ്റ് എടുക്കുന്നത് എക്സാമിന് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ വേണം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. Work with a timer. Attempt all the question at least twice under a timed condition to improve recall and speed. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടൈമർ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ടൈമർ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്നതിലും സ്പീഡിൽ നിങ്ങൾക്ക് എക്സാമിന് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഈ കൂൾ ഓഫ് ടൈം കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും, റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നേരെ മറിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ട് ഇത് ഇങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളത് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാതെ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് അതിന്റെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം എടുക്കുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ക്രോസ് ചെക്ക് മെത്തേഡ്സ്, അതായത് ഇപ്പൊ ലോറൻസ് സീരീസ്, കോഷി റെയ്മൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ആക്യുറസി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കുറെ എഴുതി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ലോറൻസ് സീരീസ് കുറെ കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി കറക്റ്റ് ആയിരിക്കണം, ക്ലാരിറ്റിയോട് കൂടെ ഉണ്ടാവണം. അപ്പൊ ഈ വിഷ്വലൈസേഷൻ പൈ ചാർട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 62% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മറ്റേ അതർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 38% ആണ്. അപ്പൊ ചാൻസസ് എന്താണ്, നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മോർ ദാൻ ജയിക്കബിൾ ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ ഒരു സെഷനിൽ. ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താലെങ്കിലും എന്തെങ്കിലും ഒരു ഷെയർ ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മുടെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ ബ്ലോക്ക് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഷി റെയ്മൻ ഇക്വേഷൻ അനാലിസിറ്റി എന്ന് പറയുന്നത് 90% ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കോഷി റെയ്മൻ ഇക്വേഷനോ അനാലിസിറ്റിയോ, അതായത് ഒരു 10 പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 പേപ്പർ. ഈ പെർസെന്റേജ് കണക്ക് പറയുന്നത് എപ്പോഴും ഈ 10 out of 7 അല്ലെങ്കിൽ 10 out of 9 എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ആണ്. ഇതൊക്കെ ഹൈ പ്രയോറിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ, ലോറിയൻ ആൻഡ് ടൈലർ സീരീസ്, സിംഗുലാരിറ്റീസ്, പോൾസ് റെസിഡ്യൂ, കോണ്ടോർ ഇന്റഗ്രേഷൻ, ഇതെല്ലാം ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതാണ്. 90%, 70%, 80%. അതായത് 7 തവണ, 8 തവണ, 9 തവണ, 10 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് അപ്പിയർഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100 എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ബ്ലോക്ക് 2 ഹാർമോണിക് ഫംഗ്ഷൻസ്, കൺഫോമൽ മാപ്പിംഗ്, പിന്നെ നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്, അതും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഷി റെയ്മൻ ഇക്വേഷൻ ഒക്കെ ഓൾമോസ്റ്റ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ലൈക്ലി എന്നൊക്കെ പറയാം. അതില്ലാത്ത പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോഷി റെയ്മൻ ഇക്വേഷൻസും അനാലിസിറ്റി ഒക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെയാണ് 7 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ലോറിയൻ സീരീസും ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു 8 തവണ, 6 തവണ. എന്നാലും ഇത് രണ്ടും ഒരുമിച്ച് നോക്കുമ്പോൾ നല്ല ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഇതാണ്. ഈ കോണ്ടോർ ഇന്റഗ്രേഷൻ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 8 ടൈംസ് ഒക്കെ അത് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹൈ ആണ്. പിന്നെ ഹാർമോണിക് ഫംഗ്ഷന്റെ 6 ടൈംസ് അപ്പിയർഡ് ആണ് എന്നുണ്ടെങ്കിലും സ്കാറ്റേർഡ് അപ്പിയറൻസസ് ആണ് വരുന്നത്. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ അഡാപ്റ്റേഷൻ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഹാർമോണിക് ഫംഗ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുക. സോ ഡോണ്ട് എക്സ്പെക്ട് ഹാർമോണിക് ഫംഗ്ഷൻ ടു ബി എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യന്റെ അറ്റാച്ച്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസിന്റെ ഇടയ്ക്കോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഹാർമോണിക് ഫംഗ്ഷൻ തപ്പി പോയിട്ട് ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടായില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്കാറ്റേർഡ് ആയിട്ടാണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. കൺഫോമൽ മാപ്പിംഗ് അപ്പിയർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല ഇത്രയും നാളും അപ്പിയർ ആയിട്ടുള്ളത്. പിന്നെ കോഷി ഇന്റഗ്രൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സബ് പാർട്ട് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് കോഷി ഇന്റഗ്രലും കൂടെ, അത് മാത്രമായിട്ട് ചോദിച്ചിട്ടല്ല, സബ് പാർട്ട് ആയിട്ട്. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ, അതൊക്കെ ലെസ് ഫ്രീക്വന്റ് ആണ്. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഹാർമോണിക് ആൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് റെയർ ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത്. വെരി ലോ പ്രയോറിറ്റി ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫുട് നോട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഫുട് നോട്ടാണ് നമ്മൾ പറയുന്നത്. 9 out of 10 പേപ്പേഴ്സിൽ ഓൾമോസ്റ്റ് നമ്മുടെ CR ഇക്വേഷൻസ്, കോച്ചി റെയ്മൻ ഇക്വേഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മോബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു റെഗുലർ മാപ്പിംഗ് ടാസ്ക് ആയതുകൊണ്ട് ഒരു 2 to 3 സെഷൻസിൽ അതും വന്നിട്ടുണ്ട്. പിന്നെ ലോറിയന്റ് അല്ലെങ്കിൽ ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസ് എക്സ്പാൻഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ചോദിക്കാവുന്നത് ആയതുകൊണ്ട് ഇതും ചോദിച്ചിട്ടുണ്ട്. ഇനി റെസിഡ്യൂസ് ആൻഡ് സിംഗുലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്റഗ്രൽസ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ കോണ്ടോർ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫ്രീക്വന്റ് ആയിട്ട് 4 to 5 മാർക്സിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർമോണിക്കിന് ഒരു മിഡ് വെയിറ്റ് ആണ്, അതായത് അനലിറ്റിക് ഫംഗ്ഷന്റെ കൂടെ ഹാർമോണിക് ഫംഗ്ഷനും കൂടെ കണ്ടിട്ടുണ്ട്. പിന്നെ കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതായത് ഇപ്പൊ ജൂണിൽ ചോദിച്ചാൽ ഡിസംബറിൽ ചോദിക്കില്ല, ഡിസംബറിൽ ചോദിച്ചാൽ പിന്നെ ജൂണിൽ ചോദിക്കില്ല. അങ്ങനെ ഒരു എവറി ഇയർ എന്ന് പറയാൻ പറ്റുള്ള ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് അതിന് വരുന്നത്. കോഷി ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ലാർജർ പോർഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. പിന്നുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ഫ്യൂവർ ആയിട്ടേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? കോഷി റെയ്മൻ ഇക്വേഷൻസ്, അനാലിസിറ്റി, ലോറിയന്റ് ആൻഡ് ടൈലർ സീരീസ്, സിംഗുലാരിറ്റീസ്, പോൾസ്, റെസിഡ്യൂസ്, മോബിയസ് ട്രാൻസ്ഫോർമേഷൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡെറിവേഷൻസ്, ഡയഗ്രമാറ്റിക് ഇക്വേഷൻസ് ആണെങ്കിൽ അതെല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹാർമോണിക് ഫംഗ്ഷൻസ്, കൺഫോമൽ മാപ്പിംഗ്, കോഷി ഇന്റഗ്രൽ ഫോർമുല. ഇതും അത്യാവശ്യം മീഡിയം പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി പഠിക്കുക. ലോ പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിലും അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഇത് നമ്മുടെ ഈ ഹൈ പ്രയോറിറ്റി ലിസ്റ്റുള്ളത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇതും നിങ്ങൾ നോക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തൊരു സിറ്റുവേഷൻ വരരുത്. അപ്പൊ അതൊന്നും അറിയാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേഷൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. CR, അതുപോലെ തന്നെ മൊബിയസ്, ലോറിയന്റ്, റെസിഡ്യൂ, കോണ്ടോർ ഇന്റഗ്രൽ, ഇതൊക്കെ അത്യാവശ്യം ഹയർ പ്രോബബിൾ ആണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ലോ പ്രയോറിറ്റി ആണ്. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മള് എന്താ പറയാ, പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പറയുന്നത്. 1.5 hours 25 മാർക്സിന്റെ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 is compulsory for you and the other 3 questions 2 to 5 any 3 questions നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ. യൂസ് ഓഫ് കാൽക്കുലേറ്റേഴ്സ് is not allowed. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗിവിംഗ് റീസൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. നമ്മൾ പറഞ്ഞു ട്രൂ ഓർ ഫോൾസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ ദാറ്റ് ട്രൂ ഓർ ഫോൾസ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 marks. The composition of a two conformal mapping is always conformal എന്ന് പറയുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്ന് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്നോ, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് എന്നോ, അത് ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുത്തിട്ട് give explanation for that. Okay. ഇനി if a function is analytic in a domain and its imaginary part is constant throughout, then the function must be constant. ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്ന? അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇമാജിനറി പാർട്ട് U+IV, ഇമാജിനറി പാർട്ട് അതിന്റെ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇനി എവറി സിംഗുലാരിറ്റി ഓഫ് എ meromorphic function is either a pole or a essential singularity. Okay, meromorphic function ആണ് either pole or essential singularity. Singularities എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ചെക്ക് ചെയ്യാം. Then the Lorentz series of the function always converges everywhere in a complex plane. Lorentz സീരീസിന് കൺവെർജൻസ് ഉണ്ടോ ഡൈവേർജൻസ് ആണോ എന്നുള്ള ഒരു ഇത് അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഇമേജ് ഓഫ് എ സർക്കിൾ അണ്ടർ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് ഓൾവേസ് അനദർ സർക്കിൾ. അപ്പൊ ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഇമേജ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിനി ഡീജനറേറ്റ് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണോ അതോ ഇനി വീണ്ടും ഒരു സർക്കിൾ ആയിട്ടാണോ ഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഷി റെയ്മൻ ഇക്വേഷൻ, അതിന്റെ അനാലിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. f(x) = e⁻z² എന്ന് പറയുന്നത്. അത് കോഷി റെയ്മൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അനലിറ്റിക് ആണോ ഇൻ സി, കോംപ്ലക്സ് പ്ലെയിൻ സിയിൽ അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പാൻഡ് ദ ഫംഗ്ഷൻ 1/z² - 1 ആസ് ലോറൻസ് സീരീസ് വാലിഡ് ഇൻ എ റീജിയൻ
z greater than or equal to 1 എന്ന് പറയുന്നത്. Find all the singularities of f of z is equal to sin z by z cube into z minus 2. Classify them for each of isolated singularity and determine the residue. Residue holds എന്ന് വരുന്ന question ആണ്. Evaluate the integral at z is equal to 3 2z plus 1 by z square plus 1 dz using the residue theorem. Residue theorem use ചെയ്തിട്ട്. പിന്നെ fourth question എന്ന് പറയുന്നത് find the Mobius transformation that maps the point 0, 1, infinity to minus 1, I, 1 respectively. Also determine the fixed points of transformation. If u of xy, next question, അതിനാണ് next question എന്ന് പറയുന്നത് u of xy is equal to x square minus y square, show that u is a harmonic and find its harmonic conjugate function. Okay, അതൊക്കെ 3 marks 2 marks എന്നുള്ള രീതിയിൽ വരുന്നതാണ്. Then the fifth question is f of z is analytic in its domain. Suppose f of z is less than or equal to 1 for all z element of D. Prove that maximum modulus is achieved on the boundary of D. Okay, maximum modulus principle unit 5 എന്ന് വന്നിട്ടുള്ള question ആണ്. Using Taylor series expansion, expand cos z about z is equal to pi by 2 up to second degree term. Second degree വരെ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ടൈലർ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് പ്രഡിക്റ്റീവ് പേപ്പറിനകത്തുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ സെഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതില് ഹൈ പ്രോബബിൾ ആയിട്ടുള്ള റീജിയൻസ് നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നല്ലപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ അല്ല, ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും കുഞ്ഞു എറേഴ്സ് വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. കൺസെപ്ച്വൽ നോളജ് ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രോബ്ലം അനാലിസിസ് സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. സോ ഫോർ ഈ ജൂൺ 2025 എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൺ ബിഹാഫ് ഓഫ് ദി ഹോൾ ലേൺ വൈസ് ടീം ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് തരുന്നു. സോ താങ്ക് യു ഗൈസ്.